ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു സൂസു കിച്ചണിൽ ഒരു മീൻകറി ഇട്ടായിരുന്നല്ലേ. അതിനകത്ത് ഞാൻ മീൻകറിയുടെ കടുകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ മുളക് പൊടി ഇടാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ക്യാമറ ഓൺ അല്ലായിരുന്നു. അത് സ്കിപ്പ് ചെയ്ത് പോയി. എല്ലാവരും ക്ഷമിക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ നല്ലൊരു മീൻകറിയായിട്ട് വരുന്നതായിരിക്കും. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫോണിനെ പറ്റിയോ യൂട്യൂബിനെ പറ്റിയോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എനിക്കറിയാവുന്ന കറികളും എനിക്കറിയാവുന്ന സാധനമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്തതാണ്. അപ്പം എനിക്ക് ഈ ഫോണിനെ പറ്റി ഒന്നും അറിയത്തുമില്ല. ഞാൻ ഇത് എടുത്തു വെച്ചിട്ട് എൻ്റെ അനിയത്തിയുടെ മോള്, അവൾ ആനിമേഷൻ പഠിക്കുന്ന, അപ്പോൾ അവൾ ആഴ്ചയിലൊന്നേ വീട്ടിൽ വരത്തുള്ളൂ. അവൾ എറണാകുളത്ത് ജോലിയാണ്. അപ്പോൾ അവൾ വരുമ്പോൾ കൊച്ചിനെ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ആ മീൻകറിയിൽ മുളക് ഇടുന്നതും പുളിവെള്ളം ഒഴിക്കുന്നതും ഉപ്പിടുന്നതും വെള്ളം ഒഴിക്കുന്നതും അത് സ്കിപ്പ് ചെയ്തു പോയി. അപ്പോൾ അതെന്നോട് എല്ലാവരും ക്ഷമിക്കണം. അപ്പം വേറൊരു മീൻകറിയായിട്ട് ഞാൻ വരാം. അപ്പം ഇന്ന് രാവിലെ ഞാനൊരു പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടേ. അപ്പം ആ ജ്യൂസ് ഷുഗറുകാർക്ക് നല്ലതാണ്. ഹൈ ലെവലിൽ ഷുഗർ ഉള്ളവർക്കും ആ ജ്യൂസ് കുടിച്ചാൽ പെട്ടെന്ന് ഷുഗർ അങ്ങ് താഴും. എൻ്റെ ഹസ്ബൻഡിന് നല്ല ഷുഗറാണ്. അപ്പോൾ പുള്ളി മരുന്നോ ഇൻസുലിനോ ഒന്നും എടുക്കത്തില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഓർത്ത് പുള്ളിക്ക് എന്നും കൊടുക്കുന്ന ജ്യൂസ് ഞാനൊന്ന് നിങ്ങൾക്ക് ഇട്ട് തരാമെന്ന് ഓർത്ത്. ആ ജ്യൂസ് കുടിച്ചിട്ട് പുള്ളിക്കാരൻ പുട്ട് കഴിക്കും, ചോറ് കഴിക്കും, മധുരമുള്ള കാപ്പി കുടിക്കും. ദിവസം അത് അങ്ങ് ആ ഷുഗർ കൺട്രോൾ ചെയ്ത് നിൽക്കും. അപ്പം ഞാൻ ആ ജ്യൂസ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയത് 3 നെല്ലിക്കയാണേ. 3 നെല്ലിക്ക ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ, പച്ച നാരങ്ങ, അത് അങ്ങനെ കിട്ടിയത്. ഒരു പാവയ്ക്കയുടെ പകുതി. അപ്പം ഈ 3 നെല്ലിക്ക ഇപ്പം ഡെയിലി ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത് ഇച്ചിരി അഴുക്കൊക്കെ ആയിട്ടിരിക്കുക. അതായത് പുറമൊക്കെ ഇങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് ഞാൻ കുരു കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിടും. പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് ജാറിലിടും. ബാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ആ നെല്ലിക്ക ഒരിച്ചിരാകം ഒരെണ്ണത്തിൻ്റെ ഒരിച്ചിരാകം ഒന്ന് മഞ്ഞച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ പാവയ്ക്കായും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നാരങ്ങ ഇപ്പം ചേർക്കത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ കൈകൊണ്ടിടുക. അത് കണ്ടോ, മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. കണ്ടോ, ഇട്ടു. പിന്നെ നെല്ലിക്ക ഇട്ടു. അപ്പം പാവയ്ക്ക അരിഞ്ഞതും നെല്ലിക്കായും കൂടെ ഞാൻ കുരു കളഞ്ഞ് കഴുകി മിക്സിയുടെ ജാറിലിട്ടു. ഞാൻ ഇവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കേട്ടോ 1/2 ഗ്ലാസ് വെള്ളം ഇതിലൊഴിക്കും. ഒഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ ഞാൻ കേട്ടോ അരിപ്പയ്ക്കകത്ത് നല്ലോണം അരിച്ച് നമ്മുടെ ജ്യൂസ് കൂടെ കേട്ടോ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ആ ഒരു നാരങ്ങയും ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഞാനിത് കൊടുക്കാൻ പോവാണേ. 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാനിത് അടിച്ചത് കണ്ടോ നിറച്ചുണ്ട്. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് എടുത്ത് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കൊടുക്കുവാണ്. അത് കണ്ടോ, ഷുഗർ താഴാനും ഷുഗർ കുറയാനും ഷുഗർ ഡെയിലി കൺട്രോളിൽ നിർത്താൻ പാവയ്ക്ക, നെല്ലിക്ക, നാരങ്ങ 3ഉം കൂടെ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിലിട്ട് അടിച്ച് അത് രാവിലെ കൊടുക്കും. ഇന്നിപ്പോൾ ലേറ്റ് ആയിപ്പോയി കേട്ടോ. കണ്ടോ.